നമസ്കാരം. കൊല്ലം നിലമേലിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേർക്ക് SFIയുടെ പ്രതിഷേധമുണ്ടായതിനെ തുടർന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അദ്ദേഹത്തിന് Z+ കാറ്റഗറിയിലുള്ള സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും 55 സുരക്ഷാ സൈനികരും 10 NST കമാൻഡോകളും ഉൾപ്പെടുന്ന സുരക്ഷാ സംവിധാനമാണ് ഗവർണർക്ക് വേണ്ടി ഒരുങ്ങുന്നത്. Z+ കാറ്റഗറി സുരക്ഷ എന്ന് നമ്മൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി കേൾക്കുന്നുണ്ട് എങ്കിൽ പോലും എന്താണ് ഈ Z+ കാറ്റഗറി സുരക്ഷ എന്നതിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവന് ഭീഷണി നേരിടുന്ന വ്യക്തികൾക്ക് ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും ഉയർന്ന സുരക്ഷാ പരിരക്ഷയാണ് Z+ കാറ്റഗറി സുരക്ഷ എന്ന് പറയുന്നത്. മുൻനിര രാഷ്ട്രീയക്കാർ, ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടുന്ന വ്യക്തികൾക്കാണ് Z+ വിഭാഗം പൊതുവെ നൽകിയിരിക്കുന്നത്. 55 സുരക്ഷാ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സേനയാണ് ഈ Z+ കാറ്റഗറി സുരക്ഷ അതത് വ്യക്തികൾക്ക് നൽകുന്നത്. വ്യക്തി നേരിടുന്ന ഭീഷണി അനുസരിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലും വ്യത്യാസമുണ്ടാകും. എന്തായാലും 24 മണിക്കൂറും സുരക്ഷ ഒരുക്കുക എന്നത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. മികച്ച കായിക ആയോധന പരിശീലനങ്ങളെല്ലാം ലഭിച്ച കമാൻഡോകളായിരിക്കും ഇതിൽ ഉൾപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങൾ, ആധുനിക സുരക്ഷാ പരിശോധന, ഇലക്ട്രിക് ഉപകരണങ്ങൾ എന്നിവ Z+ സുരക്ഷയുടെ ഭാഗമായുള്ളതാണ്. ആഭ്യന്തര അന്തർദേശീയ യാത്രകളിൽ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ നൽകേണ്ട ആളെ അനുഗമിക്കുകയുമാവാം. Z+ സുരക്ഷ ലഭിക്കുന്ന വ്യക്തികൾക്ക് ഒറ്റയ്ക്ക് എവിടേക്കും യാത്ര ചെയ്യാനുള്ള അനുവാദമുണ്ടാവില്ല. യാത്രാ പദ്ധതികൾ മുൻകൂട്ടി തന്നെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതുണ്ട്. രാഷ്ട്രപതി, വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും Z+ സുരക്ഷാ പരിരക്ഷ ലഭിക്കാറുണ്ട്. ജീവന് ഭീഷണി നേരിടുന്ന വ്യവസായികൾ, അതിനോടൊപ്പം ബിസിനസ് നേതാക്കൾ, മറ്റ് വ്യക്തികൾ എന്നിവർക്കും Z+ സുരക്ഷാ പരിരക്ഷ നൽകാറുണ്ട്. രാജ്യത്താകെ 45 വ്യക്തികൾക്ക് മാത്രമേ ഈ Z+ കാറ്റഗറിയിലുള്ള സുരക്ഷ ലഭിക്കുന്നുള്ളൂ എന്നതും വളരെ പ്രാധാന്യമുള്ളതാണ്. പ്രാധാന്യം എന്നതിൽ ഉപരി ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം അത് വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു അസാധാരണ നടപടി ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും ദേശീയ തലത്തിൽ വലിയ തോതിലുള്ള ചർച്ചാ വിഷയമാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതിനോടൊപ്പം കാണേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഇന്ന് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും ഒരു വലിയ നീക്കം ഉണ്ടായ ദിവസമാണ്. K. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു യാത്ര നടക്കുകയാണ്. പക്ഷെ ഇന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞത് മുഴുവൻ ഗവർണറായിരുന്നു. ഗവർണറുടെ ഈ നടപടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒറ്റ ഫോൺ കോളിലാണ് ഈ വലിയ ഒരു സുരക്ഷാ സംവിധാനം അദ്ദേഹത്തിന് വേണ്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരുക്കിയത്. ഗവർണർ അവിടെ നിന്നും ആഭ്യന്തരമന്ത്രിയെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ വിളിക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന്റെ ചിത്രങ്ങൾ ട്രോൾ രൂപത്തിൽ പ്രചരിപ്പിക്കാൻ നമ്മുടെ സൈബർ ഇടങ്ങളിലുള്ള സൈബർ സഖാക്കൾ മറന്നില്ല. പക്ഷെ ആ ട്രോളിനൊക്കെ ആയുസ് വളരെ കുറവായിരുന്നു. കാരണം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണ് രാജ്ഭവന്റെയും ഗവർണറുടെയും സുരക്ഷ ഈ CRPF ഉൾപ്പെടുന്ന വിഭാഗം Z+ സുരക്ഷ ഒരുക്കുന്ന ഉദ്യോഗസ്ഥർ ഏറ്റെടുത്തിരിക്കുന്നത്. തീർച്ചയായും ഇതിന്റെയൊക്കെ പ്രതിഫലനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് തന്നെ വേണം കരുതാൻ. കാരണം CPMന്റെയും SFIയുടെയും ഒക്കെ ധാർഷ്ട്യത്തിന് ഇനിയും വോട്ട് നൽകേണ്ടതുണ്ടോ, ഇനിയും രാജ്യത്തിന് മുന്നിൽ കേരളം ഇങ്ങനെ അപമാനിക്കപ്പെടേണ്ടതുണ്ടോ എന്നൊക്കെ ജനങ്ങൾക്ക് തീരുമാനിക്കാൻ സാധിക്കും. അങ്ങനെ ഈ ദിവസം മുഴുവൻ ഗവർണറുടേതാണ്. ഈ ദിവസത്തെ ഹീറോ ആയിരിക്കുന്നതും ഗവർണർ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.